ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് റവ ദോശയാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഒരു കപ്പ് റവ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ അത് കുതിരാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് ഒന്ന് മൂടി വയ്ക്കുക. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് എടുക്കാം കേട്ടോ. ഇപ്പോൾ ഈ റവ കുതിർന്ന് വന്നിട്ടുണ്ട്. അത് മിക്സിയിലെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് 2 ടീസ്പൂണ് കട്ട തൈര്, 2 ടീസ്പൂണ് മൈദ കേട്ടോ. മൈദയ്ക്ക് പകരം ആട്ടമാവ് ഉപയോഗിക്കട്ടെ. ഒരു ചെറിയ കഷ്ണം സബോളയും ഒരു തക്കാളി, ഞാൻ തൊലി കളഞ്ഞിട്ടുണ്ട് തക്കാളിയുടെ ഇട്ടുള്ളത്. 1 ടീസ്പൂണ് ചെറിയ ടീസ്പൂണാണ് കേട്ടോ പഞ്ചസാര. ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് കേട്ടോ. നമുക്കിതൊന്ന് അരച്ചെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇത് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ദോശമാവിൻ്റെ അതേ വെള്ളത്തിൻ്റെ പാകം തന്നെ വേണം കേട്ടോ. നമുക്ക് ഒരു പാൻ വെച്ചിട്ട് ഞാൻ അതൊന്ന് ചൂടാവട്ടെ കേട്ടോ. ഇപ്പോൾ പാൻ ചൂടായിട്ട് നമുക്ക് മാവ് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. കുറച്ച് നെയ്യ് നമുക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത് നല്ല മുരിച്ചൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇത് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. നമുക്കിത് എടുക്കാം കേട്ടോ. ഞാൻ അടുത്തത് ഇതേപോലെ തന്നെ ഒഴിച്ചു കൊടുക്കട്ടെ കേട്ടോ. ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് വെള്ളമൊക്കെ ഒന്ന് വറ്റി വറ്റാം. അപ്പം നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് സ്പ്രെഡ് ചെയ്യാം കേട്ടോ. ഇച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ ഞാനിതൊന്ന് എല്ലാതും ഉണ്ടാക്കിയെടുക്കട്ടെ കേട്ടോ. ദോശയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അതിലേക്ക് ഞാനൊരു പുതിന ചട്നിയാണ് ഉണ്ടാക്കിയുള്ളത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ.